മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പുതുവർഷത്തിൽ യേശുവിൻ്റെ തിരുവചനം എല്ലാ ശാലോം പ്രേക്ഷകരുടെയും പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം അനേകം വചനപ്രഘോഷകരും ബഹുമാനപ്പെട്ട വൈദികരും നാം നഴ്സുമാർക്ക് വേണ്ടി മാത്രമായി വചന ശുശ്രൂഷകൾ നടത്തുകയുണ്ടായി. അതിലൂടെ ലഭിച്ച വലിയ ബോധ്യങ്ങൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നാം നഴ്സുമാർ ശുശ്രൂഷാരംഗത്തായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലിയ വേദനകളും പ്രയാസങ്ങളും എല്ലാം മറന്ന് നാം ശുശ്രൂഷിക്കുന്ന രോഗികളുടെ മുൻപിൽ പ്രത്യാശയുടെ തിരുനാളങ്ങളായി പ്രകാശിക്കേണ്ടവരാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നതിനെപ്പറ്റി ഈ പുതുവർഷത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് UAE അലയനിലുള്ള സെൻറ് മേരീസ് ദേവാലയത്തിലെ പാരിഷ് പ്രീസ്റ്റായ ബഹുമാനപ്പെട്ട ഫാദർ സ്റ്റാലിൻ വർഗീസാണ്. തിരുവചനം ശ്രവിക്കുന്നതിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് അച്ഛനെ ശ്രവിക്കാം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരു വർഷം കൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോവുകയാണ്. കഴിഞ്ഞുപോയ ഒരു വർഷത്തിൻ്റെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് ദൈവം തന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു വർഷത്തെ വരവേൽക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയേണ്ട നല്ലൊരു സമയമാണിത്. ഓരോ ദിവസവും ഓരോ സമയവും ഓരോ വർഷവും കടന്നു പോകുന്നത് ദൈവം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നതിൻ്റെ ഓർമ്മകളുമായിട്ടാണ്. ഒരുപക്ഷെ ഒരു നഴ്സിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അനുഗ്രഹദായകമായിട്ടുള്ളൊരു വർഷമായിരിക്കണം 2017. നിങ്ങൾ പുതിയ വർഷത്തെ വരവേൽക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷാ രംഗത്തും നിങ്ങളുടെ കർമ്മരംഗത്തും ലഭിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു വർഷത്തെ നിങ്ങൾ എതിരേൽക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഏറ്റവും വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഓർത്തെടുക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി വേദനകളുണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിവയ്ക്കാം. ഈ അവസരത്തിൽ നന്ദിയുള്ള ഹൃദയവുമായിട്ട് നന്മയുള്ള മനസ്സുമായിട്ട് പുതിയൊരു വർഷത്തെ നമുക്ക് എതിരേൽക്കുവാൻ സാധിക്കട്ടെ. ഓരോ നഴ്സും തൻ്റെ ശുശ്രൂഷ മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനം മനസ്സിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഞാൻ രോഗക്കിടക്കയിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഈ ദൈവവചന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വലിയൊരു വെളിപ്പെടുത്തലാണ് ഈശോ ഈ സുവിശേഷ ഭാഗത്ത് നൽകുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാകുന്നത് ഈ സുവിശേഷ വചനഭാഗത്ത് നിരത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും. ഏറെ പ്രത്യേകിച്ച് ഒരു നഴ്സ് എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്, നിങ്ങൾ സന്ദർശിക്കുന്നത്, നിങ്ങൾ വച്ചുകെട്ടുന്നത്, നിങ്ങൾ മുറിവുണക്കുന്നത്, നിങ്ങൾ പറയുന്ന ആശ്വാസവചസ്സുകളൊക്കെ ഈശോയുടെ അടുത്ത് തന്നെയാണ് പറയുന്നു എന്നുള്ള വലിയൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാ നഴ്സുമാരും ഇതുതന്നെയാണ് ചെയ്യുന്നത്. ഒരു തൊഴിലിനുപരിയായിട്ട് നിങ്ങൾ അതിനെ ഒരു ദൈവവിളിയായിട്ട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് തൊഴിൽ മാത്രമല്ല, മറിച്ച് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ശുശ്രൂഷ കൂടെ തന്നെയാണ്. ഈശോ പഠിപ്പിക്കുന്ന കാര്യവും ഇതുതന്നെയാണ്. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷ ചെയ്യുവാനാണ്, ശുശ്രൂഷിക്കപ്പെടാനല്ല. ഓരോ നഴ്സുമാരും മനസ്സിൽ സൂക്ഷിക്കേണ്ട വലിയൊരു ബോധ്യം ഇത് തന്നെയാണ്.
രോഗക്കിടക്കയിലായിരിക്കുന്ന ഓരോ രോഗിയും നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് നിങ്ങൾ സന്ദർശിക്കുന്നത്. ഈശോയെ തന്നെയാണ് നിങ്ങൾ വെച്ചുകെട്ടുന്നത്. ഈശോയെ തന്നെയാണ് നിങ്ങൾ മുറിവുണക്കുന്നത്. സ്നേഹം നിറഞ്ഞ നഴ്സുമാരെ, നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷയ്ക്ക് ദൈവം തക്കതായൊരു പ്രതിഫലം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രതീക്ഷ കൊടുക്കുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എത്രമാത്രം നന്മ അവർക്ക് നൽകുവാനായിട്ട് സാധിക്കുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പതിവാണ്. ഏറെ പ്രത്യേകിച്ച് ഈ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഈശോയെ കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. കൂടുതൽ വേദനിക്കുന്ന മനസ്സുകൾക്ക് പ്രതീക്ഷയുള്ള ജീവിതം നൽകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഒരുപക്ഷെ എളുപ്പമാകുന്നത് ഇത്തരം കാര്യങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും. നമ്മുടെ കാഴ്ചയുടെ പരിധിക്കുള്ളിൽ വരുന്ന അവസാനത്തെ ആളിൻ്റെ കണ്ണീര് പോലും ഒപ്പുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സുഗമമായിട്ട് മാറുന്നുണ്ട്. നമ്മൾ അനവധി കാര്യങ്ങൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഈ ലോകത്ത് എത്രമാത്രം ആൾക്കാരാണ് വേദനിക്കുന്നത്, എത്രമാത്രം ആൾക്കാരാണ് കുടിയിറക്കപ്പെടുന്നത്, എത്രമാത്രം ആൾക്കാരാണ് തൻ്റെ ദേശത്തിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ വേറെ ദേശങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുന്നത്. വേദനിക്കുന്നവരുടെ മുഖങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം വേദനിക്കുന്ന മുഖങ്ങളെ കാണുമ്പോഴും ഇത്തരം വേദനിക്കുന്ന ജീവിതങ്ങളുടെ അവസ്ഥകൾ വായിക്കുമ്പോഴും നമ്മുടെ മനസ്സൊന്ന് വേദനിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികളായിട്ട് മാറുന്നില്ല. ഇവരെയൊക്കെ ശുശ്രൂഷിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്കുണ്ടാവട്ടെ. നമ്മൾ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, സേവനം ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഒരുപക്ഷെ തൊഴിലിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ സേവനമെന്നും തൊഴിലിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ ശുശ്രൂഷയെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസികളായിട്ടുള്ള നഴ്സുമാർ തൊഴിലിൻ്റെ ഭാഗമായി ഈ സേവനത്തെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിവരെ നിങ്ങളതിൽ വിജയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈശോയെ കാണുവാൻ, വേദനിക്കുന്നവരുടെ മുഖത്ത് ഈശോയെ കാണുവാൻ, അവരുടെ കണ്ണീരൊപ്പുമ്പോൾ ഈശോ പറഞ്ഞ ആ ഒരു കാര്യം, വചനം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ രോഗക്കിടക്കയിലായിരുന്നപ്പോൾ. മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് പ്രതീക്ഷ നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത്തരം പ്രതീക്ഷാ നിർഭരമായ ജീവിതത്തിന് ഉടമകളായിട്ട് മാറട്ടെ. ഒരുപക്ഷെ നിങ്ങൾ വരുന്ന സാഹചര്യവും നിങ്ങളുടെ ഭവനവും അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ ആയിരിക്കില്ല നിങ്ങൾ ഓരോ ദിവസവും എഴുന്നേൽക്കുകയും ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി മേഖലകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. നിങ്ങൾ വേദനിക്കുമ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ അലോസരപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടെ മറ്റുള്ളവരെ നോക്കുവാനും സൗമ്യതയോടുകൂടി അവരുടെ ദുഃഖങ്ങളും അവരുടെ വേദനിക്കുന്ന അനുഭവങ്ങളും കേൾക്കുവാനും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുവാനും കാണിക്കുന്ന നിങ്ങളുടെ നല്ല മനസ്സ് ഒരുപക്ഷെ ഈശോയുടെ മുഖം തന്നെയാണ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ പറയുവാൻ, പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ സംസാരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. 2 സുഹൃത്തുക്കൾ ഒരേ സമയം രോഗക്കിടക്കയിലാവുകയും അങ്ങനെ ഒരു ആശുപത്രിയുടെ മുറിയിൽ അവരായിരിക്കുമ്പോൾ ഒരു സുഹൃത്തിന് ജനാലയ്ക്കരികിലുള്ള ഒരു ബെഡ് ലഭിക്കുകയും ആ ബെഡിൽ കിടന്നുകൊണ്ട് അദ്ദേഹം എല്ലാ ദിവസവും ജനാലയുടെ പുറത്തേക്ക് നോക്കുകയും അപ്പുറത്ത് തൻ്റെ വേദനിക്കുന്ന സുഹൃത്തിനോട് കാര്യങ്ങളിങ്ങനെ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യാറ് പതിവാണ്. എല്ലാ ദിവസവും അദ്ദേഹം ജനലിലൂടെ പുറത്തു നോക്കിയിട്ട് പറയും, പുറത്തെന്ത് രസമാണ്, അവിടെ പക്ഷികൾ ചിലയ്ക്കുന്നുണ്ട്, വലിയ വൃക്ഷങ്ങളുണ്ട്, വലിയൊരു പാർക്കുണ്ട്, അവിടെ കുട്ടികൾ അവിടെ നടക്കുന്നുണ്ട്, മുതിർന്നവർ സംസാരിച്ച് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലാണെന്ന് അപ്പുറത്ത് കിടക്കുന്ന സുഹൃത്തിനോട് ഇദ്ദേഹം പറയും. അങ്ങനെ ഇദ്ദേഹം എല്ലാ ദിവസവും നല്ല നല്ല കാര്യങ്ങൾ ഈ സുഹൃത്തിനോട് പറയുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് മരിക്കുകയും അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് കിടന്നിരുന്ന ഈ രോഗക്കിടക്കുന്ന സുഹൃത്തിനോട് നേഴ്സ് സന്ദർശിക്കുകയും ചെയ്യുന്നു. ആ നേഴ്സിനോട് ഈ രോഗക്കിടക്കയിലായിരിക്കുന്ന സുഹൃത്ത് ആവശ്യപ്പെടുന്നു, എന്നെ ആ ജനാലയ്ക്കരികിലുള്ള ബെഡിലേക്ക് മാറ്റണമെന്ന്. അങ്ങനെ ആ നേഴ്സ് ആ ജനാലയ്ക്കരികിലുള്ള ബെഡിലേക്ക് സുഹൃത്തിനെ എടുത്തു മാറ്റുകയും അവിടെ കിടന്നുകൊണ്ട് ഇദ്ദേഹം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വലിയൊരു മതിൽ മാത്രമേ കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇദ്ദേഹം ഈ നേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഇവിടെ നേരത്തെ കിടന്ന സുഹൃത്ത് പലപ്പോഴും എന്നോട് നല്ല കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ, ഇവിടെ പുറത്ത് വലിയൊരു പാർക്കുണ്ടെന്നും വലിയ വൃക്ഷങ്ങളുണ്ടായിരുന്നുവെന്നും പക്ഷികൾ ചിലയ്ക്കുന്നുവെന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു തരിക പതിവായിരുന്നു. ഈ മതിൽ ഈ ഇടയ്ക്കെങ്ങാനും ഇവിടെ കെട്ടിയതാണോ എന്ന് ഈ സുഹൃത്ത് ഈ നേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നേഴ്സ് പറയുന്ന മറുപടി, ഈ മതിൽ ഇവിടെ വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷെ ഞെട്ടിക്കുന്നൊരു കാര്യം കൂടെ ഈ നേഴ്സ് ഈ സുഹൃത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇവിടെ കിടന്നിരുന്ന സുഹൃത്ത് അന്ധനായിരുന്നുവെന്ന്. അന്ധനായൊരു മനുഷ്യന്, വേദനിക്കുന്ന
ഒരേ ജീവിത സാഹചര്യത്തിലൂടെയും ഒരേ വേദനാനുഭവത്തിലൂടെയും കടന്നു പോകുന്നൊരു മനുഷ്യന് പ്രതീക്ഷ നൽകുവാനായിട്ട് തൻ്റെ വാക്കുകൾ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മുമ്പിൽ വരുന്ന വേദനിക്കുന്ന മുഖങ്ങളിൽ അല്ലെങ്കിൽ വേദനിക്കുന്ന രോഗാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തികൾക്ക് എത്രമാത്രം പ്രതീക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈശോയെക്കുറിച്ച് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഈശോയുടെ സ്നേഹം മാത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയാൽ മതി. ഈശോ കരുണയുള്ളവനാണെന്നും എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്നും എല്ലാവരെയും ഒരുപോലെ കാണുന്നുവെന്നുമൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷെ നിങ്ങളുടെ വാക്ക് പോലും കൊണ്ടല്ലാതെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഈശോയ്ക്ക് സാക്ഷികളാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഈശോയ്ക്ക് സാക്ഷികളായിട്ട് വിളിക്കപ്പെട്ടവർ സന്തോഷത്തോടു കൂടെ ആയിരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയാലും അത് ദുഃഖമായിക്കൊള്ളട്ടെ, ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, വേദനയായിക്കൊള്ളട്ടെ, വേർപാടുകളായിക്കൊള്ളട്ടെ, മരണമായിക്കൊള്ളട്ടെ, രോഗാവസ്ഥകളായിക്കൊള്ളട്ടെ, എന്തൊക്കെ അവസ്ഥയിലൂടെ കടന്നുപോയാലും ആത്മീയമൊരാനന്ദം നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷാ മേഖലകളിലും നമ്മുടെ കർമ്മ മേഖലകളിലുമൊക്കെ നമ്മൾ ഒരു പരിധിവരെ വലിയ വിജയമായിട്ട് മാറുകയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നതും ഇതാണ്: എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുക, കർത്താവിൽ സന്തോഷിക്കുക. ഒരുപക്ഷെ ഈ വചനം നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ഇത് യാതൊരു തരത്തിലുമുള്ള യുക്തിയില്ലാത്തൊരു ഉപദേശമായിട്ട് മാറുന്നുണ്ട്. എപ്പോഴും ഒരാൾക്ക് എങ്ങനെ സന്തോഷിച്ചിരിക്കുവാനായിട്ട് സാധിക്കും? പൗലോസ് പറയുന്ന കാര്യത്തെ നമ്മൾ വലിയ സംശയത്തോടു കൂടെയാണ് വീക്ഷിക്കുന്നത്. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തെ രേഖപ്പെടുത്തി വയ്ക്കുന്ന പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ വലിയ ദാരിദ്ര്യം അനുഭവിച്ച വ്യക്തിയായിരുന്നു, ഞാൻ കപ്പലപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. കാരണം ഞാൻ കർത്താവിൽ സന്തോഷിച്ചിരുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ആ ഒരു സന്തോഷം, ആ ഒരു ആത്മീയ ആനന്ദത്തിലായിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഞാനും നിങ്ങളും കർമ്മ മേഖലകളിൽ അല്ലെങ്കിൽ ശുശ്രൂഷ മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വേദനിക്കുന്ന അനുഭവങ്ങളെ മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എത്രമാത്രം വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും മുമ്പിൽ വരുന്ന രോഗക്കിടക്കയിലായിരിക്കുന്ന രോഗിയെ ശുശ്രൂഷിക്കുന്ന നിങ്ങൾക്ക് ഈശോയെ മാത്രം കൊടുക്കുക എന്നുള്ള വലിയൊരു ബോധ്യം അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്വം മാത്രമാണുള്ളത്. സ്നേഹത്തോടു കൂടെ ഒന്ന് നോക്കുവാനും പുഞ്ചിരിയോടുകൂടെ ഒന്ന് സംസാരിക്കുവാനും തോളിൽ കൈവച്ചിട്ട് നിങ്ങൾ എല്ലാം മാറും, അല്ലെങ്കിൽ രണ്ട് ആശ്വാസവാക്ക് പറയുമ്പോൾ ഇതൊക്കെ മാറും, ഇതൊന്നും എല്ലാത്തിനും അവസാനമുണ്ടാവും എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ ആശ്വസിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നതും ഈ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സമയങ്ങളിലും സന്തോഷമുള്ള ക്രിസ്തു അനുയായിയായിട്ട് നിങ്ങൾ മാറുകയാണ്. നമുക്ക് ഈശോയെ കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ സേവനം എന്ന് പറയുന്നത് ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സ്നാപക യോഹന്നാൻ ഒരുപക്ഷെ ഈശോയ്ക്ക് വേണ്ടി വഴിതെളിക്കുവാനായിട്ട് വന്ന പ്രവാചകനാണ്. സ്നാപക യോഹന്നാനോട് ഫരിസേയരും മറ്റാൾക്കാരും വന്ന് ചോദിക്കുന്നുണ്ട്, നീ മിശിഹായാണോ എന്ന്. നീ മിശിഹായാണോ, നീ പ്രവാചകനാണോ, നീ ഏലിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ പറയുന്നൊരു കാര്യം ഇതുണ്ട്. സ്നാപക യോഹന്നാൻ പറയുന്നു, ഞാൻ ഈശോയ്ക്ക് വേണ്ടി വഴിതെളിക്കാമെന്നൊരു വ്യക്തിയാണ്, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയപ്പെടുന്ന ഒരു സ്വരമാണ്. അപ്പോൾ ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ രോഗക്കിടക്കയിലായിരുന്നൊരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളെ സ്നേഹത്തോടും സ്വന്തമെന്ന് കരുതി നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ അവരും ചോദിക്കാം, നീ യേശുവാണോ, അല്ലെങ്കിൽ നീ ഈശോയാണോ, നീ ദൈവമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്കും വരാം. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ തെല്ലൊരു അഹങ്കാരം ഉണ്ടാകും. ഞാൻ ചെയ്തൊരു വലിയ പ്രവൃത്തി കൊണ്ട് എനിക്ക് ഇത്രയും വലിയൊരു പേര് ലഭിച്ചല്ലോ എന്നുള്ള ചെറിയൊരു അഹങ്കാരമെങ്കിലും ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു മനോഭാവം, നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് സ്നാപക യോഹന്നാനെ പോലെയാണ്. കാരണം ഞാനല്ല വളരേണ്ടത്, ഈശോയാണ് വളരേണ്ടതെന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. പലപ്പോഴും ശുശ്രൂഷ മേഖലകളിലും സേവന രംഗങ്ങളിലും നിൽക്കുന്നവരുടെ ജീവിതങ്ങളിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം ഇത് തന്നെയാണ്. ഒത്തിരി നന്മകളുണ്ടാകുമ്പോൾ, ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഒരുപാട് ആൾക്കാർ നമ്മളെ ഇങ്ങനെ പ്രകീർത്തിക്കുമ്പോൾ അഹങ്കാരം നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുകയും ഒരുപക്ഷെ ഈശോയോളം നമ്മൾ വളരുവാനായിട്ട് അല്ലെങ്കിൽ ഈശോയോളം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയും അങ്ങനെ ആൾക്കാരെ കൂട്ടുവാനൊക്കെ ആയിട്ട് നമ്മൾ പരിശ്രമിക്കാറ് പതിവാണ്. അങ്ങനെയൊക്കെ ഉള്ളവർ വലിയ ദുരന്തങ്ങളിലാണ് ചെന്ന് വീഴുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായിയായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയില്ല. സ്നാപക യോഹന്നാൻ പറയുന്നത് പോലെ, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെറുപ്പിൻ്റെ വാറ് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. എളിമയോടുള്ള മനസ്സായിരിക്കട്ടെ ശുശ്രൂഷ മേഖലകളിൽ സേവന രംഗത്തുള്ളവർക്കുണ്ടാകട്ടെ. വേദനിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ മുഖത്ത് ഈശോയെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോ പറഞ്ഞതും അത് തന്നെയാണ്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷ ചെയ്യാനാണ്, ശുശ്രൂഷിക്കപ്പെടാനല്ല.
നമ്മൾ ഓരോരുത്തരും ഈ ഒരു സേവനം ചെയ്യുവാനാണ് ഈ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊരു തൊഴിലിനപ്പുറം ഇതൊരു വിളിയായിട്ട്, ഇതൊരു സേവനം ചെയ്യുവാനുള്ള, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു കർമ്മവേദിയായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന വിശ്വാസികൾക്കെല്ലാം ഈ ശുശ്രൂഷ മേഖലകളിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് ഈശോയെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരു ആശ്രമത്തിൽ 7 വയസ്സായിട്ടുള്ള സന്യാസിമാർ, അവരുടെ ആശ്രമത്തിൽ ആരും തന്നെ വരുന്നില്ല. അങ്ങനെ വളരെ ദുഃഖത്തിലായിരുന്നു 7 സന്യാസിമാരും. അങ്ങനെ ഈ ആശ്രമത്തെ എങ്ങനെ വളർത്തുവാനായിട്ട് സാധിക്കുമെന്ന് ഇവരിങ്ങനെ ചിന്തിച്ചു. അപ്പോഴാണ് ആശ്രമത്തിൻ്റെ അധിപനായിട്ടുള്ള സുപ്പീരിയറായിട്ടുള്ള ആ സന്യാസിക്കൊരു ഒരു 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 ആശയം മനസ്സിലുണ്ടാകുന്നത്. ഇദ്ദേഹം ഈ മലയുടെ അടിയിൽ താമസിച്ചിരുന്ന ഒരു സന്യാസിയായ മനുഷ്യനെക്കുറിച്ച് ഇദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സന്യാസിയുടെ അടുത്തേക്ക് ഈ ആശ്രമാധിപൻ ചെല്ലുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് ആരും വരുന്നില്ല, ഞങ്ങളുടെ ആശ്രമത്തിൽ പുതുതായിട്ട് തന്നെ ആരും ഈ സന്യാസിയാവുവാനായിട്ട് വരുന്നില്ല എന്നുള്ള വലിയ ദുഃഖം പറയുകയും ഞങ്ങളുടെ ആശ്രമം നിന്നു പോകും എന്നുള്ള വലിയൊരു ആശങ്ക ഈ മനുഷ്യനുമായിട്ട് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സന്യാസി, മല അടിവാരത്ത് താമസിച്ചിരുന്ന സന്യാസി ഇദ്ദേഹത്തോട് പറയുന്നൊരു കാര്യം, എനിക്ക് നിങ്ങൾക്ക് ഇന്നൊരു രഹസ്യം പറയുവാനുണ്ട്. എന്തായിരുന്നു ആ രഹസ്യമെന്ന് ഈ ആശ്രമാധിപൻ ആ സന്യാസിയോട് ചോദിക്കുന്നുണ്ട്. ആ സന്യാസി ഈ ആശ്രമാധിപനോട് പറയുന്നു, നിങ്ങളിൽ 7 പേരിൽ ഒരാൾ മിശിഹായാണെന്ന് ഒരു രഹസ്യം ഇദ്ദേഹത്തോട് പറയുന്നു. ഈ മിശിഹ വളരെ സൗമ്യതയോടുകൂടെ ആരും അറിയാൻ ആഗ്രഹിക്കപ്പെടാതെ നിങ്ങളുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ടെന്ന്. ഈ രഹസ്യവുമായിട്ട് ഇദ്ദേഹം ആശ്രമത്തിൽ വരികയും ആശ്രമത്തിലെ മറ്റ് സന്യാസികളെ വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തുകയും ആ മീറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ രഹസ്യം ഇദ്ദേഹം പറയുകയും ചെയ്തു. നമ്മളിൽ ഒരാൾ മിശിഹായാണെന്നുള്ള വലിയൊരു രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിൽ ഒരാൾ മിശിഹായാണെന്ന് പറയുമ്പോൾ ആര് മിശിഹ എന്നുള്ളൊരു ചോദ്യം ഇവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് ഞാനാണോ, അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന സഹസന്യാസിയാണോ എന്നുള്ള വലിയൊരു ചോദ്യം ഈ എല്ലാ സന്യാസിമാരുടെയും മനസ്സിലുണ്ടായി. അടുത്ത ദിവസം മുതൽ ഈ ആശ്രമത്തിലെ ജീവിതാന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ നോക്കുവാൻ ആരംഭിക്കുന്നു. അവരുടെ പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ ഉണർവുണ്ടാകുന്നു. അവരുടെ പ്രവൃത്തി മേഖലയിൽ കുറച്ചുകൂടെ ആത്മാർത്ഥതയുണ്ടാകുന്നു. എല്ലാവരും പരസ്പരം സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കാൻ തുടങ്ങുന്നു. ഈ ജീവിതം പുറത്ത് ആൾക്കാർ അറിയുകയും ഇത് കണ്ടുകൊണ്ട് ആൾക്കാർ ഈ ആശ്രമത്തിലേക്ക് പഴയതുപോലെ കടന്നു വരികയും പുതിയ ചെറുപ്പക്കാർ ഈ ആശ്രമത്തിൽ ആകൃഷ്ടരാകുകയും ജീവിത രീതിയിൽ ആകൃഷ്ടരാകുകയും അങ്ങനെ ഈ സന്യാസത്തിലേക്ക് ചേരുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ആശ്രമം പഴയതുപോലെ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ കഥ ഒരുപക്ഷെ നമ്മൾ കേൾക്കുകയും ഈ കഥയിൽ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവും ഇത്തരം പോലെ സന്തോഷകരമായിട്ട് മാറുന്നു. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരാളുമായിട്ട് നമുക്ക് ചേർന്ന് പോകുവാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ടെങ്കിൽ, ആശയങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്തതയുണ്ടെങ്കിലൊക്കെ നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം, എൻ്റെ കൂടെ ജീവിക്കുന്നയാൾ ഈശോയുടെ മുഖമുള്ള അല്ലെങ്കിൽ മിശിഹായാണെന്നുള്ള വലിയൊരു ബോധ്യം ഈ കാലയളവിൽ നമുക്കുണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ സ്നേഹത്തോടും ഒത്തിരി സന്തോഷത്തോടും പരിഗണനയോടും കൂടെ നമ്മൾ മറ്റുള്ളവരെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഈ പ്രവൃത്തി മേഖലകളിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന രോഗി നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയാൽ പോലും, നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ബുദ്ധിമുട്ടിച്ചാൽ പോലും ആ രോഗിയുടെ മുഖത്ത് ഈശോയുടെ മുഖം നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശുശ്രൂഷ മേഖല വലിയ വിജയമുള്ളതായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ശുശ്രൂഷ ചെയ്യുവാനാണ്, സേവനം ചെയ്യുവാനാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമായിട്ട് മാറുകയുള്ളൂ. നമ്മുടെ കാഴ്ചയുടെ പരിധിക്കുള്ളിൽ അവസാനം വരുന്ന വ്യക്തിയുടെ കണ്ണുനീരൊപ്പുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ എപ്പോഴാണ് ശരിയാകുന്നു എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ജീവിതം മറ്റൊരാൾക്ക് ഗുണമായിട്ട് മാറുമ്പോഴാണ് ഞാൻ ശരിയായിട്ട് മാറുന്നു എന്നുള്ള വലിയൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരുപക്ഷെ ഈ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരുടെയും ജീവിതം ഗുണകരമായിട്ട് മാറുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് നന്മയുള്ളതായിട്ട് മാറുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് സന്തോഷമേകുന്ന നന്മയുള്ളവരായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം വലിയ ഗുണമായിട്ട് മാറുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഈ വരുന്ന വർഷവും ഇത്തരം പ്രവർത്തന മേഖലകളിലൂടെ കുറച്ചുകൂടെ നിങ്ങളുടെ വിളിയെക്കുറിച്ച് ഒന്നുകൂടെ ബോധ്യമുള്ളവരായിട്ട് മാറാം. ശുശ്രൂഷ ചെയ്യുവാൻ എടുക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വലിയൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ ശുശ്രൂഷ ചെയ്യുവാനും രോഗക്കിടക്കയിലായിരിക്കുന്നവരെ സന്ദർശിക്കുവാനും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനും നിങ്ങൾ മനസ്സ് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവരാജ്യ പ്രവേശനം നിങ്ങൾ കുറച്ചുകൂടെ എളുപ്പമുള്ളതാക്കി മാറ്റുന്നു. നമുക്കതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടെ തന്നെ ഈ വരുന്ന വർഷത്തെ നമുക്ക് എതിരേൽക്കാം. എല്ലാം നന്മയുള്ളതായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാൽ തന്നെയും
ജീവിതമെന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ്. നമുക്ക് ആർക്കും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. ഈ ജീവിതയാത്രയുടെ എല്ലാവിധ യാദൃച്ഛികമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് സന്തോഷത്തോടും വിശ്വാസത്തോടും കൂടെ തന്നെ എതിരേൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതെന്തുമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, സന്തോഷമായിക്കൊള്ളട്ടെ, ഇരുകയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സേവന രംഗത്ത് അടിയുറച്ച് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുവഴി ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെ കൂടുതൽ പേരിൽ എത്തിക്കുവാൻ, ഈശോയുടെ സ്നേഹവും കരുണയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഏറെ പ്രത്യേകിച്ച് നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കണ്ണീരൊപ്പാനും അവരുടെ ജീവിതത്തിൽ ആശ്വാസവചസ്സുകൾ പറയുവാനും ജീവിതത്തിൽ പ്രതീക്ഷ നിർഭരമാക്കി മാറ്റുവാനുമായിട്ട് നിങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഒപ്പം തന്നെ ഞാൻ എന്തെങ്കിലും നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് മാറ്റുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്നാപക യോഹന്നാനെ പോലെ ഞാനല്ല വളരേണ്ടത്, ഈശോയാണ് വളരേണ്ടത് എന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. അത്തരം നിലപാടുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും കണ്ണീരപ്പുവാനുള്ള വലിയൊരു വിളിയാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. തൊഴിലിനപ്പുറം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ദൈവ അനുഗ്രഹം നിറഞ്ഞൊരു വിളിയാണെന്നുള്ള വലിയൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നു. വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിൽ ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. വിശ്വാസത്തിലായിരിക്കുവാനും സ്നേഹത്തിൽ അടിയുറച്ച് മറ്റുള്ളവരുടെ വേദനകൾക്ക് ആശ്വാസമാകുന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ എല്ലാവിധ നന്മകളും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എങ്ങനെയാണ് ഓരോ നഴ്സും യേശുവിൻ്റെ പ്രത്യാശയുടെ മുഖമായി മാറേണ്ടതെന്ന് സ്റ്റാലിൽ അച്ഛനോട് പറഞ്ഞു തന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അച്ഛൻ പറഞ്ഞു തന്ന മറ്റൊരു കാര്യം നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. നമ്മളിലൂടെ ഓരോ നന്മയും സംഭവിക്കുമ്പോഴും വിശുദ്ധ സ്നാപക യോഹന്നാനെ പോലെ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന മനോഭാവം നമുക്കുണ്ടായിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയല്ല, മറിച്ച് യേശുവിൻ്റെ മഹത്വത്തിനായി ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ശുശ്രൂഷ ചെയ്യാം. അങ്ങനെ സ്വർഗത്തിലുള്ള നമ്മുടെ നിക്ഷേപം നമുക്ക് വർദ്ധിപ്പിക്കാം. ഈ എളിമയും പ്രത്യാശയും ഓരോ നഴ്സിലും നിറയുന്നതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.